നമ്മളുടെ ടോയ് വർക്ക്ഷോപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സോൾഡറിങ് അയൺ. നിങ്ങൾക്കറിയാം, സാധാരണ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ടേബിളിൻ്റെ മണ്ടയിൽ വെച്ചിട്ടാണ് സോൾഡറിങ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വണ്ടികളൊക്കെയാണ് റിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിലത്ത് വെച്ചിട്ടാണ് സോൾഡറിങ്ങും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നടക്കുമ്പോഴൊക്കെ സോൾഡറിങ് അയണൊക്കെ അവിടെ ഇവിടെയും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലൊക്കെ അറിയാതെ ചവിട്ടി അത് ഒടിഞ്ഞു പോകാനും കാല് പൊള്ളാനും കൈ പൊള്ളാനൊക്കെ ഉള്ളൊരു സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോൾഡറിങ് യൂണിറ്റാണിത്. ഇതിന് വേണ്ടിയിട്ട് GI പൈപ്പിൻ്റെ ഒരു പീസും SS പൈപ്പിൻ്റെ ഒരു ചെറിയ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേറൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആ സിലിണ്ടർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അർജൻറ്റ് പണി ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ലെഡ് കാണില്ല, അല്ലെങ്കിൽ ഫ്ലെക്സ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. പഴയ ഒരു തടിയുടെ പീസ് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ GI പൈപ്പിൻ്റെ കറക്റ്റ് ഡയമീറ്റർ വരുന്ന ഒരു ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഡ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ആ SS പൈപ്പിൻ്റെ ഡയമീറ്ററിൽ ഇവിടെ ഒരു തുളയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇടിയപ്പം കണ്ണിൻ്റെ സിലിണ്ടറിൻ്റെ പീസ് ഇതുപോലെ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ SS പൈപ്പിൻ്റെ പീസ് സെൻട്രലത്തെ ഹോളിൽ ഇതുപോലെ ടൈറ്റായിട്ട് അടിച്ചിറക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന GI പൈപ്പിൻ്റെ പീസ് ഇതുപോലെ ഫസ്റ്റ് ഹോളിൽ ടൈറ്റായിട്ട് അടിച്ചിറക്കുന്നുണ്ട്. തരി കൂടിയ ഒരു സാൻഡ് പേപ്പറിൻ്റെ പീസ് ഇതുപോലെ പശ തേച്ചെടുത്തിട്ട് നമ്മുടെ യൂണിറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണത്. 2 മെറ്റൽ വാഷർ ഇതുപോലെ വൺ സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള വാഷറും കൂടെ കൂട്ടി ഒട്ടിച്ച് ഒരു GI പൈപ്പിൻ്റെ ഉള്ളിൽ ഇറക്കി ഇട്ടിട്ടുണ്ട്. ആ വുഡൻ പീസിൽ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ലെഡ് ഇതുപോലെ അൺറോൾ ചെയ്തെടുക്കാവുന്നതാണ്. പല വർക്കുകളും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. 8 മാസം മുമ്പാണ് ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇതിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ സാൻഡ് പേപ്പറിൻ്റെ പീസ് പഴയതാകുമ്പോഴത്തേക്കും അത് ഇളക്കി കളഞ്ഞിട്ട് പുതിയൊരു പീസ് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.